ഉമ്മമാരെ കണ്ടോ, നിങ്ങൾ ഒന്ന് ന്യൂസിലൊക്കെ കണ്ടില്ലേ? മഴവെള്ളപ്പാച്ചിലിന്റെ കണക്കിന് ശരീരത്തിന്റെ ഭാഗങ്ങളാ രക്ഷാപ്രവർത്തകരെ ചാക്കിലാക്കി കൊണ്ടുവരുന്നത്. ചില ഉമ്മമാർക്ക് ചില പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണപ്പെട്ടു പോയവരെ, ചില ആളുകൾക്ക് തലയുടെ ഭാഗമില്ല, ചില ആളുകൾക്ക് കൈകാലുകളെ നഷ്ടപ്പെട്ടു പോയി. എത്ര അവയവങ്ങളാണ്, എത്ര അവയവങ്ങളാണ് പ്രിയപ്പെട്ടവരെ തുറുക്കിക്കൊണ്ടുവരുന്നത്. എല്ലാം ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസ് സംവിധാനം, ആംബുലൻസ് റൺ ചെയ്യാൻ പറ്റാത്ത ഇടങ്ങളിൽ ട്രാക്ടറുകൾ വന്ന്, വലിയ ജീപ്പുകൾ വന്നിട്ട്, ലോറികൾ കൊണ്ടുവന്നിട്ട് അതിൽ ബോഡി കയറ്റിയിട്ട് റോഡിലേക്ക് എത്തിക്കുന്നു. ആംബുലൻസുകളിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. അല്ലാഹുവേ, വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരങ്ങൾ ജാതിമത സംഘടന വ്യത്യാസം രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും മുന്നിട്ടിറങ്ങി കാരുണ്യ പ്രവർത്തനത്തിൽ, എല്ലാവരും മുന്നിട്ടിറങ്ങി സാന്ത്വന പ്രവർത്തനത്തില്, എല്ലാവരും മുന്നിട്ടിറങ്ങി വലിയ കാരുണ്യ പ്രവർത്തനത്തില്, എല്ലാവരും വളരെ സജീവമായി മുന്നിട്ടിറങ്ങി ആ വലിയ കാരുണ്യ പ്രവർത്തനത്തില്. നമ്മുടെ അർവിന്ദിലാവിന്റെ കൂട്ടുകാരും രാവിലെ തന്നെ പോയിട്ടുണ്ട്. ആംബുലൻസ് സംവിധാനങ്ങളും ഭക്ഷണങ്ങളുമായി അർവിന്ദിലാവിന്റെ ആംബുലൻസും എല്ലാം അവിടെ സമരത്തിലാണ്. കാണുന്ന കാഴ്ച കണ്ടിട്ട് പറയാനും ഞാൻ ചോദിച്ചു, മോനെ എന്താണ് അവസ്ഥ? വല്ലാത്ത ദയനീയ അവസ്ഥയാണ്. മയ്യത്തുകളെല്ലാം ഇനിയും കിട്ടാനുണ്ട്, ഒരുപാട് മയ്യത്തുകൾ ഇനിയും കിട്ടാനുണ്ട്.